आज हम कुंवर नारायण की कविता घर पहुंचना पढ़ेंगे। हिंदी साहित्य की नई कविता को आगे विकसित करने वाले कवियों में प्रमुख हैं कुंवर नारायण. ഹിന്ദി സാഹിത്യത്തിലെ നൈ കവിത എന്ന് പറഞ്ഞ കാവ്യധാരയെ വികസിപ്പിച്ച കവികളിൽ പ്രധാനിയാണ് കുംവർ നാരായൺ. നൈ കവിത എന്ന് പറഞ്ഞാൽ എന്താ? അജ്ഞേൻ്റെ നേതൃത്വത്തിൽ 1943 താരസപ്തകി എന്ന് പറഞ്ഞ ഒരു കവിതാ സമാഹാരം പബ്ലിഷ് ചെയ്യുന്നു. 7 കവികളുടെ രചനകളാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതാണ് താരസപ്തക്. അതോടുകൂടിയാണ് ഹിന്ദി സാഹിത്യത്തിൽ പ്രയോഗവാദ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വികസിത രൂപമാണ് നൈ കവിത. അജ്ഞേൻ്റെ നേതൃത്വത്തിൽ 2ാമതും 3ാമതും സപ്തക് പ്രകാശനം ചെയ്തിട്ടുണ്ട്. കുംവർ നാരായൺ തീസര സപ്തകിൽപ്പെടുന്ന ഒരു കവിയാണ്. चक्रव्यूह, परिवेश, हम तुम, तीसरा सप्तक, अपने सामने आदि उनके प्रमुख काव्य संग्रह हैं. काव्य संग्रह എന്ന് പറഞ്ഞാൽ കവിതാ സമാഹാരം. ചക്രവ്യൂഹ്, പരിവേഷ്, ഹം തും, തീസര സപ്തക്, അപ്നെ സാമനെ മുതലായവ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ്. 2005 ईसा में उन्हें ഭാരതീയ ജ്ഞാൻപീഠ പുരസ്കാർ മിലാ है. 2005 അദ്ദേഹത്തിന് സാഹിത്യത്തിൽ നൽകുന്ന പരമോന്നത ബഹുമതിയായ ജ്ഞാൻപീഠ പുരസ്കാർ ലഭിച്ചിരിക്കുന്നു. घर पहुंचना नामक कविता में कवि घर की अवधारणा को नई दृष्टि से देखने की कोशिश करते हैं. घर पहुंचना എന്ന് പറഞ്ഞ കവിതയിൽ കവി കുംവർ നാരായൺ വീടിനെ കുറിച്ചുള്ള ചിന്തയെ പുതിയൊരു കാഴ്ചപ്പാടിൽ കാണുവാനാണ് ശ്രമിക്കുന്നത്. കവിത നോക്കുക. घर पहुंचना. घर पहुंचना എന്ന് പറഞ്ഞാൽ വീട്ടിൽ എത്തുക. हम सब एक सीधी ट्रेन पकड़कर अपने अपने घर पहुंचना चाहते हैं. हम सब ट्रेनें बदलने की झंझटों से बचना चाहते हैं. ആദ്യത്തെ 4 വരി നോക്കുക. कवि कहते हैं कि यात्रा करते समय हम सब एक सीधी ट्रेन. सीधी എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്, സീതി, സ്ട്രെയിറ്റ് ആയിട്ട്, നേരെ, അതായത് ഡയറക്റ്റ് ആയിട്ട് ട്രെയിൻ പക്കടുക്കർ അപ്പിനെ അപ്പിനെ ഘർ പഹുഞ്ചിന ചാഹത്തേയും. ഞങ്ങളെല്ലാം എന്താഗ്രഹിക്കുകയാണ്? ഡയറക്റ്റായിട്ടൊരു ട്രെയിൻ പിടിച്ചിട്ട് വീട്ടിലേക്ക്, അവരവരുടെ വീട്ടിലേക്ക് എത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. യ് ഏക് സാധാരണ ബാത്ത് ഹെ. ഇതൊരു സാധാരണ കാര്യമാണ്. എല്ലാവരും ഇതുപോലെയാണ് ആഗ്രഹിക്കാറുള്ളത്. हम सब ट्रेनें बदलने की झंझटों से बचना चाहते हैं. हम सब ट्रेनें बदलने की झंझट. झंझट എന്ന് പറഞ്ഞാൽ കുഴപ്പം, ബുദ്ധിമുട്ട്. അപ്പം ട്രെയിൻ മാറി മാറി കയറുക എന്ന് വെച്ചാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അതിൽ നിന്നും ബച്ചിന എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക. ഈ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇസ്ലിയേ സീധി ട്രെയിൻ പക്കട് ലേത്തേ ഹം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? സീധി ട്രെയിൻ, ഡയറക്റ്റായിട്ടുള്ള ട്രെയിൻ പിടിക്കാനാണ് ഇഷ്ടപ്പെടുക. ഹം സബ്. അടുത്ത വരി നോക്കുക. ഹം സബ് ചാഹത്തെ ഏക് ചരം യാത്ര और एक परम धाम. हम सब चाहते एक चरम यात्रा और एक परम धाम. हम सब एक यात्रा, कैसी यात्रा है? लंबी और सुखद यात्रा करना चाहते हैं. उसी प्रकार एक परम धाम. धाम എന്ന് പറഞ്ഞാൽ വാസസ്ഥാൻ, താമസസ്ഥലം. അതുപോലെ നമ്മൾ എന്താഗ്രഹിക്കുകയാണ്? ഏക് പരം ധാം ചാഹത്തെ, ഏക് വാസസ്ഥാൻ ഹം ചാഹത്തെ हैं. हम सोच लेते हैं कि यात्राएं दुखद हैं और घर उनसे मुक्ति. यात्रा करते समय मन में यही विचार होता है. यात्राएं ദുഃഖദ് എന്ന് പറഞ്ഞാൽ ദുഃഖ് ദേനയവാലി. യാത്ര ദുഃഖം നൽകുന്നതാണ്, നമ്മളെ ദുഃഖിപ്പിക്കുന്നതാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. യാത്രയെ ദുഃഖദായക ഹെ और घर पहुंचने पर दुखों और कष्टों से मुक्ति मिलती है. നമുക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എല്ലാ കഷ്ടവും ദുഃഖവും അതൊക്കെ അതിൽ നിന്നും മോചനം നേടുകയാണ് ചെയ്യുക. घर को अपना लक्ष्य स्थान समझते हैं.
हम क्या समझते हैं, घर को अपना लक्ष्य स्थान समझते हैं. वहाँ हमें करार मिलता है और वहाँ സുഖ മിൽത്താ ഹെ. കരാർ എന്ന് പറഞ്ഞാൽ ആശ്വാസം. അവിടെയാണ് നമുക്ക് ആശ്വാസം കിട്ടുന്നതും സുഖം കിട്ടുന്നതുമാണ് നമ്മുടെ വീട്. യാത്രാവും കോ ഹം കോയി മഹത്വ നഹി ദേത്തെ. യാത്രകൾക്ക് നമ്മൾ ഒരു മഹത്വവും നൽകുന്നില്ല. അടുത്ത സ്റ്റാൻസ. सच्चाई यूं भी हो सकती है कि यात्रा एक अवसर हो और घर एक संभावना. घर के विकल्प के रूप में देखने की कोशिश करते हैं. ഇനി മുമ്പോട്ടുള്ള വരിയിൽ कवि വീടിനെ विकल्प के रूप में एक दूसरे प्रकार से नई दृष्टि से देखने की कोशिश करते हैं. പുതിയ രീതിയിൽ പുതിയ വീക്ഷണത്തിൽ നോക്കിക്കാണുകയാണ് ചെയ്യുന്നത്. यात्रा को एक अवसर मानना चाहते हैं. यात्रा एक अवसर है. यात्रा करते समय हम दुनिया को देखते हैं, वहाँ भिन्न भिन्न लोगों को देखते हैं, भिन्न भिन्न भाषा बोलने वाले को, उसी प्रकार भिन्न भिन्न वेशधारी को. इस प्रकार हम भिन्न भिन्न प्रकार के लोगों को देखते हैं, उन्हें पहचानते हैं और इनके द्वारा हम ज्ञान प्राप्त कर सकते हैं. इसलिए एक अवसर मानकर उसे पूर्ण रूप से उपयोग करने को कहते हैं. यात्राओं को हमें क्या करना है, पूर्ण रूप से उपयोग करना है. इसे एक अवसर समझना चाहिए. ഇതിനെ നമുക്ക് ഒരു അവസരമായിട്ട് ചാൻസ് ആയിട്ട് കാണുകയാണ് വേണ്ടത്. അത് പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗപ്രദമാക്കുക. और घर एक संभावना. घर केवल हमारा लक्ष्य स्थान होना चाहिए. നമുക്കൊരു ലക്ഷ്യസ്ഥാനം ആകുകയാണ് വീട്. ट्रेन बदलना विचार बदलने की तरह हो. घर पहुंचने के लिए कभी कभी ट्रेनें बदलना पड़ता है. उसी प्रकार विचार बदलने की तरह हो. उसी प्रकार हमारे सोच विचार भी बदलते हैं. ट्रेनें बदलना विचार बदलने की तरह हो. की तरह എന്ന് പറഞ്ഞാൽ പോലെ, ഏതുപോലെയാണ്. घर पहुंचने के लिए कभी कभी हम ट्रेनें बदलना पड़ता है. उसी प्रकार हमारे सोच विचार भी बदलते हैं. और हम सब जहाँ जिनके बीच में हो वही हो घर पहुंचना. हम जब जहाँ और जिनके बीच में रहते हैं वही है हमारा घर. अर्थात जिन लोगों के बीच हम जिस समय हो वही हमारा घर हो. എപ്പോഴാണോ എവിടെയാണോ ആരുടെ ഇടയിലാണോ നമ്മൾ ഉള്ളത് അത് ആയിരിക്കട്ടെ നമ്മുടെ വീട്. അതിന് നമ്മൾ വീടായിട്ട് കരുതുക. അപ്പോൾ ഉസ്കാ കാഫി മഹത്വ ഹെ. അതുകൊണ്ട് യാത്രകൾക്ക് ധാരാളം മഹത്വവും കൂടിയുണ്ട്. യാത്രകൾക്ക് മഹത്വവും കൂടിയുണ്ട്. കവി ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്താണെന്ന് നോക്കാം. इस कविता में कवि घर को सामयिक परिप्रेक्ष्य में देखने की कोशिश करते हैं. ഈ കവിതയിൽ കവി വീടിനെ സാമയിക് പരിപ്രേക്ഷ്യം, സാമയിക് എന്ന് പറഞ്ഞാൽ അറ്റ് പ്രസൻറ്റിലുള്ള ഇന്നത്തെ കാലത്തിലുള്ള ചുറ്റുപാടിൽ കാണുവാനാണ് കവി ശ്രമിക്കുന്നത്. വർത്തമാനകാലത്തിൽ നമുക്ക് ധൃതി പിടിച്ച കാലമാണ്, എല്ലാത്തിനും ഭയങ്കര ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാലത്തിൽ വീടിനെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം, എങ്ങനെ അതിനെ നോക്കിക്കാണാം എന്ന് ആണ് കവി ഇതിലൂടെ നമ്മളോട് പറയുന്നത്. വ്യസ്ത മനുഷ്യോം കോ സമയ ഗംവാനെ സെ കോയി ഫായദ നഹിം. വ്യസ്ത മനുഷ്യ എന്ന് പറഞ്ഞാൽ ബിസി ആയിട്ടുള്ള മനുഷ്യ. ഇന്നത്തെ ആളുകൾ ഭയങ്കര ബിസിയാണ്. വ്യസ്ത മനുഷ്യോം കോ സമയ ഗംവാന. സമയ ഗംവാന എന്ന സമയം ഇങ്ങനെ വെറുതെ അനാവശ്യമായി ചെലവഴിക്കുക, സമയം കളയുക. സമയം കളയുന്നത് കൊണ്ട് കോയി ഫായദാനഹിം, ഒരു പ്രയോജനവുമില്ല. വെറുതെ സമയം കളയുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. മനുഷ്യൻ ഭയങ്കര व्यस्तആണ്, ബിസിയാണ്. इसलिए यात्राओं को भी एक अवसर मानकर उसके सदुपयोग करने का संदेश कवि देते हैं. അതുകൊണ്ട് യാത്രകളെയും ഒരു അവസരമായിട്ട് കരുതിയിട്ട് അതിനെ വേണ്ടുന്ന വിധത്തിൽ ഉപയോഗിക്കുക. സദുപയോഗകർ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ള ഒരു സന്ദേശമാണ് കവി ഇതിലൂടെ നമുക്ക് തരുന്നത്.